ഹായ്, നമസ്കാരം. ഞാൻ ഡോക്ടർ ഹരീഷ് ചെമ്പക്കര, പ്രാക്ടിക്കൽ മാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ കൂടുതൽ ഈ നമ്മുടെ റോഡിൽ അല്ലെങ്കിൽ നമ്മുടെ സ്ട്രീറ്റിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഫൈറ്റിങ്ങുകളെ കുറിച്ചൊക്കെയാണ് നമ്മൾ പറയുന്നത്. പല വീഡിയോകളും നമുക്ക് ചില അഭിപ്രായങ്ങൾ, നിങ്ങളുമായിട്ടുള്ള സംവിധാനങ്ങൾ, നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ അതൊക്കെ മനസ്സിലാക്കാനാണ്. ഒരുപാട് പേര് ഇപ്പം നമ്മൾ ഏറ്റവും നല്ലൊരു വീഡിയോ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരുപാട് പേര് കണ്ട വീഡിയോ എന്നുള്ളതല്ല, അതിനകത്തുനിന്ന് നമുക്ക് കിട്ടുന്ന ബാക്കപ്പ്, എത്ര കോളുകൾ അതിനുശേഷം വരുന്നുണ്ട്, എത്രമാത്രം നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ചിലരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വളരെ കഷ്ടപ്പെട്ട്, ചിലപ്പോൾ എനിക്ക് തോന്നുന്നു SSLC പരീക്ഷയ്ക്ക് പോലും അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, അതുപോലെ വലിയ മെസ്സേജുകളൊക്കെ ആയിരിക്കും. മോശമാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ വെറുതെ സമയം കളയണ്ട. നല്ല കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ വിളിച്ച് പറയുക, ഇനി അല്ലെങ്കിൽ നല്ല മെസ്സേജുകൾ തരിക. ആ ഒരു പ്രോത്സാഹനം നമ്മൾ തരുമ്പോഴത്തേക്ക് പുതിയ നല്ല കാര്യങ്ങൾ, നല്ല വീഡിയോ ചെയ്യാൻ നമുക്കൊരു ഉത്തേജനം കൂടെയാണ്. അപ്പോൾ അങ്ങനെ പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ അറിവുള്ളവർ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ കൃത്യമായിട്ട് അവർ സ്വന്തമായ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുക. അതുകൊണ്ട് മറ്റുള്ളവർക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ കാണാറുണ്ട് ബൈക്കിൽ വന്നിട്ട് മാല തട്ടിപ്പറിക്കൽ, മോഷണം, അങ്ങനെയൊക്കെ കാണാറുണ്ട്. അപ്പോൾ അതിന് പലരും ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഹെൽമെറ്റിൽ പിടിച്ച് വലിക്കുക, താഴെ ഇടുക എന്നൊക്കെയുള്ളതാണ്. അതൊന്നും അത്ര പ്രാക്ടിക്കൽ അല്ല എന്നുള്ളതാണ് എൻ്റെ സത്യം. അപ്പോൾ അതിൽ എവിടെ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക, സൈക്കോളജിക്കലി ഇതെങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുക. ഒരു ആയോധന കലയെ, മാർഷൽ ആർട്ടിനെ നമുക്ക് സൈക്കോളജിക്കലി പഠിക്കാനുണ്ട് കുറച്ചേറെ. നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം അങ്ങനൊരു ഭാഗം ഇല്ല എന്നുള്ളതാണ്. ഇതെങ്ങനെയാണ് ഉപയോഗിക്കാവുന്നത്, ഗുരുക്കന്മാർ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ എങ്ങനെ ആയിരിക്കണം എന്നൊക്കെയുള്ള എൻ്റെ തരത്തിലുള്ള കാഴ്ചപ്പാടുകളാണ് ഞാൻ ഷെയർ ചെയ്യണത്. അത് എൻ്റെ വ്യക്തിപരമായ കാഴ്ചപ്പാടുകളാണ്. ആയോധനകല ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തിപരമായ കാര്യങ്ങൾ അതൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള വണ്ടികൾ മേടിക്കാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് കഷ്ടപ്പെടുന്ന ഒരാൾക്ക് വാങ്ങാൻ പറ്റും, ബുദ്ധിമുട്ടിയാൽ മതി. അപ്പോൾ അങ്ങനെയുള്ള മടിയന്മാരല്ലാത്തവർക്ക് വേണ്ടിയും കൂടാണ് ഈ ചാനൽ എന്ന് പറയുന്നു. നമുക്ക് കുറച്ചേറെ കാര്യങ്ങൾ ഒന്ന് വിശദമായിട്ട് ഓപ്പണായിട്ട് സംസാരിച്ച് നോക്കാം. നിങ്ങൾക്കതിൻ്റെ ഗുണഫലങ്ങൾ കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, ഇല്ലെങ്കിൽ പറയാം, നമുക്കിത് ഒഴിവാക്കി പഴയ കാര്യങ്ങളിലേക്ക് പോവുകയും ചെയ്യാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. ഇവിടെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ആൾ റോഡിൽ നിൽക്കുന്നു എങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്. അവിടെ വന്നൊരാൾ വഴിയാണ് ചോദിക്കുന്നത്. പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നമാണ് വഴി ചോദിക്കുന്നു. വഴി ചോദിക്കുമ്പോൾ അവരുടെ ശ്രദ്ധ എവിടെയായിരിക്കും, എങ്ങോട്ടാണെന്ന് കാണിച്ചു കൊടുക്കുന്ന രീതി. ആ സമയത്താണ് മാല പൊട്ടിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ബൈക്ക് കടന്നു കഴിഞ്ഞാൽ ബൈക്കിൻ്റെ പുറകിൽ നിന്നുള്ള ഭാഗത്ത് വലിച്ച് നമുക്ക് താഴേക്കിടാം. ഇനി മുന്നോട്ട് എത്തിയിട്ടില്ല, എടുത്ത സമയത്ത് നമ്മളൊന്ന് അവെയർ ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ ഹാൻഡിൽ കൈ രണ്ടും പിടിച്ചിട്ടുള്ളതുകൊണ്ട് അല്ലെ ഹാൻഡിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ ബാലൻസ് നഷ്ടപ്പെടുകയും താഴെ വീഴുകയും ചെയ്യും. ആ സമയം കൊണ്ട് ഇതിൻ്റെ സൈക്കോളജിക്കലായിട്ടൊരു കാര്യം എന്ന് വെച്ചാൽ, ഇവർ വരുന്ന ബൈക്കിനൊരു വാല്യൂ ഉണ്ട്, അതാണ് ഇമ്പോർട്ടൻ്റ്. ഇപ്പം നമ്മൾ വന്ന വാഹനം താഴെ പോയി നിറഞ്ഞു കഴിഞ്ഞാൽ അത് രക്ഷിച്ചുകൊണ്ട് പോകാനുള്ള ഒരു ശ്രമം നടക്കുക. അല്ലെങ്കിൽ ഓടി രക്ഷപ്പെട്ടാലും അവർക്ക് നഷ്ടമാണ്, കാരണം നമുക്ക് ആ ബൈക്ക് വിറ്റാലും കാശ് കിട്ടും. ക്ലിയർ ആയോ? ഇതാണ് അതിൻ്റെ സൈക്കോളജിക്കലായിട്ടുള്ള ആസ്പെക്ട് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് നഷ്ടമുണ്ടാകുന്നു. ഇപ്പോൾ നമ്മൾ കല്ലെടുക്കുന്നു, അവർക്ക് ഇടിക്കുന്നു, അല്ലെ ആ വാഹനം എറിഞ്ഞു പൊട്ടിക്കുന്നു. ഇപ്പോൾ വലിയൊരു വാഹനമൊക്കെയാണെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ അവർ നഷ്ടം ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇട്ടിട്ട് പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇങ്ങനെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ മാർഷൽ നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാനേ പറ്റില്ലേ. എത്ര സേഫ് ആയിരിക്കും ഇത്? ഞാൻ പറഞ്ഞ സാധാരണ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ആയോധനകല പഠിച്ച ഒരാൾക്ക് ഇതിൻ്റെ സാധ്യത എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അതിനാണ് ആയോധനകല പഠിക്കണം എന്ന് പറയുന്നത്. നിരന്തരമായ പരിശീലനം കൂടെ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും. നമ്മളിതിനകത്തൂടെ ഒരിക്കലും ആശയങ്ങളാണ് മാത്രം പങ്കുവയ്ക്കുക മാത്രമാണ് ചെയ്യുന്നത്, അല്ലാതെ പഠിപ്പിക്കുകയല്ല എന്ന് ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പഠിക്കാനുള്ളവർക്ക് അക്കാഡമിയിൽ എന്ന സംവിധാനം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിൽ കൂടുതൽ അതീവ രഹസ്യമുള്ള കാര്യങ്ങൾ നമ്മൾ ഡയറക്റ്റ് പറഞ്ഞിരുന്നുണ്ടാവും. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കമൻസിലൂടെ അറിയിക്കുക. തീർച്ചയായും നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും. ഓക്കെ, നമ്മൾ മുമ്പേ പറഞ്ഞില്ലേ, ഇവിടെ ഇനി കീ ഇല്ല. വളരെ ശ്രദ്ധിക്കണം. ഈ സംഗതിയിലൂടെ കീ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെയുള്ള വണ്ടികൾ ഉപയോഗിക്കുന്നത്. രണ്ടാം ഗുണം, പെട്ടെന്ന് വന്നൊരാൾ വണ്ടി എടുക്കില്ല, നമ്പർ 1. നമ്പർ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കീ കൊണ്ട് നമുക്ക് പലതും ചെയ്യാൻ കഴിയും. ആ കീ എവിടെയാണ് ഇതിൻ്റെ ഒളിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം. ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ സേഫ്റ്റി എന്ന് പറയുന്നത് വളരെ നന്നായിരിക്കും. ഓക്കെ, അപ്പോഴേ കീയുടെ ഒരു പ്രത്യേകത എന്നറിയാം. നമ്മളിപ്പോൾ ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് നമ്മൾ പോകുമ്പോൾ 2-3 കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ ഹെൽമെറ്റിൻ്റെ ഇവിടെ ആ ഒരു ജോയുടെ ഭാഗത്ത് ഒരു ഗാർഡില്ല.
സംഗതി ശരിയാണ്, നമ്മൾ മര്യാദക്കൊക്കെ പോയച്ചാൽ അത് വലിയ കുഴപ്പമില്ലാതൊക്കെ ജോ രക്ഷപ്പെടും. രണ്ടാമത് ഇതിങ്ങനെ വെക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ പിടിച്ച് നമുക്ക് വലിക്കാനുള്ള സംവിധാനം ഇല്ല ഇതിനകത്ത്. അത് നമ്മളിങ്ങനെ പിടിച്ച് മറിച്ചിടാനായിട്ട് കഴിയില്ല. ഓക്കെ. രണ്ടാമതിൻ്റെ സ്ട്രാപ്പൊക്കെ നിങ്ങൾക്കറിയില്ല, സ്ട്രോങ് ആയിട്ട് തന്നെ കെട്ടണം. അതൊക്കെ നമ്മൾ നിയമപരമായിട്ട് കാര്യങ്ങൾ പോവാം. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ കീ എന്ന് പറയുന്നത് ഇതാ ഇവിടെയാണ്. ഓക്കെ. അപ്പം നമ്മൾ പെട്ടെന്ന് കാല് വെക്കുമ്പോൾ നമ്മുടെ കാലിനകത്തെ കീ ആയതുകൊണ്ടിട്ട് പെട്ടെന്ന് ഒരാൾക്ക് വന്നിട്ട് കീ ഊരാൻ കഴിയില്ല. കാരണം നമ്മുടെ ഒരു കൺട്രോളിലാണ് നിൽക്കുന്നത്. പെട്ടെന്ന് നമ്മൾ വന്നാൽ തന്നെ കാല് ജസ്റ്റ് ഇങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എന്തായി, ഒരു കാരണവശാലും ഊരാനായിട്ട് പറ്റില്ല. ഓക്കെ. രണ്ടാമത്തെ കാര്യം, നമുക്ക് കീ ഊരണ എളുപ്പമാണ്. കറക്റ്റ് കൈ ഇവിടെ വരും, നേരെ ഊരിയെടുക്കാം. ഈ കീയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശ്രദ്ധിക്കുക, ഇത് വളരെ ഷാർപ്പാണ്. ഇതിൻ്റെ എല്ലാ വശങ്ങളും ഷാർപ്പാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇത് നല്ലൊരു ആയുധമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഉഗ്രനൊരായുധം, നമുക്ക് ഇടിക്കാനോ എന്ത് വേണേലും ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ. നമുക്കിവിടെ കീ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ബൈക്കിൻ്റെ കീ എടുത്തിട്ട് നമുക്ക് ഇതേ രീതിയിൽ പിടിക്കാം. ഇതേ രീതിയിൽ പിടിച്ചിട്ട് നമ്മൾ തള്ളവരലോട് ഇങ്ങനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും. നമ്മൾ ഇങ്ങനെ പിടിക്കുന്നതിന് തുല്യമാണ് ഇങ്ങനെ പിടിക്കുന്നത്. വ്യക്തമായി പിടി കിട്ടിയോ? ഇനി ഒരു അടി വരുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാം നോക്കാം. അടിച്ച് തട്ടിയതിന് ശേഷം ഇത് കണ്ട് ഈ പൊസിഷൻ ആഞ്ഞ് ഹിറ്റ് ചെയ്യണം. വളരെ ഡേഞ്ചർ ആയിട്ടുള്ള പൊസിഷനാണ്. 1. 2, നമുക്ക് നോക്കേ കണ്ണ് കളയാം. കണ്ണ് വളരെ വ്യക്തമായിട്ട് കളയാൻ പറ്റും. ഓക്കെ. രണ്ടാമത് ഈ ഏരിയ കണ്ട് ഇവിടെ, ഈ ഏരിയ, അതായത് ഈ ഏരിയ ഉണ്ടോ, ഈ ഏരിയ ഒക്കെ വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഭാഗങ്ങളാണ്. പിന്നെ ചെവിയുടെ താഴെ ഭാഗത്ത് ഈ ഏരിയ പിടിച്ചാൽ നമ്മൾ പറയുന്ന പോലെ നിൽക്കുക. ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രയോഗങ്ങളിൽ ഇത് നമുക്ക് വളരെ നല്ലൊരു ടൂളായിട്ട് ഉപയോഗിക്കാൻ പറ്റും. വണ്ടിയുടെ കീയെ ഇതെല്ലാം നമുക്ക് പറഞ്ഞുതരാൻ പറ്റും. ഇതിന് ഒരു 100ഓളം പ്രയോഗങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. 100ഓളം പ്രയോഗങ്ങൾ. ആ പ്രയോഗങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നമുക്ക് ഇത് മാത്രം മതിയാവും. ഒരുപാട് ആൾക്കാരിൽ നിന്ന് പോലും രക്ഷപ്പെടാൻ പറ്റും. അതിന് പ്രത്യേകിച്ചുള്ള പോയിന്റുകൾ അറിഞ്ഞിരിക്കണമെന്ന് മാത്രം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.